പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണി മുഴക്കിയത് ന്യൂയോർക്ക് സിറ്റി മേയർ സൊഹ്റാൻ മംദാനിയാണ്. ഇപ്പോൾ അദ്ദേഹം മറ്റൊരു പ്രസ്താവന കൂടി പുറത്തുവിട്ടിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, തന്റെ നഗരത്തിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ സ്വന്തമായി അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നായിരുന്നു പ്രസ്താവിച്ചത്. എന്തായിരിക്കും അദ്ദേഹത്തിന്റെ ഈ മാറ്റത്തിന് കാരണം? മംദാനി പിന്മാറിയതോടെ ഇനി ഇസ്രയേലിന്റെ അടുത്ത നീക്കമെന്ത് പരിശോധിക്കാം. നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യണം എന്ന് മംദാനി യുഎസ് കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ചതായും വിവരങ്ങളുണ്ട്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി പുറപ്പെടുവിച്ച അറസ്റ്റ് വാറന്റ് നടപ്പിലാക്കാൻ തന്റെ നഗരത്തിന് കഴിയില്ല എന്നാണ് സൊഹ്റാൻ മംദാനി വെളിപ്പെടുത്തിയത്. നെതന്യാഹുവിനെ യുദ്ധക്കുറ്റവാളി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് മംദാനി സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോയും പോസ്റ്റ് ചെയ്തിരുന്നു. ന്യൂയോർക്ക് നഗരത്തിൽ നെതന്യാഹുവിനെ സ്വാഗതമില്ല. ഈ വാറന്റ് നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് നിയമപരമായ അധികാരമില്ല എന്ന് വ്യക്തമാണ്. എങ്കിലും ഫെഡറൽ സർക്കാരിന് ആ അധികാരമുണ്ട്. ICCയിൽ ചേരാനും ഈ വാറന്റ് നടപ്പിലാക്കാനും ഞാൻ അവരോട് അഭ്യർത്ഥിക്കുന്നു എന്നായിരുന്നു മംദാനിയുടെ വാക്കുകൾ. സെപ്റ്റംബറിൽ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയ്ക്കായി നെതന്യാഹു ന്യൂയോർക്ക് സന്ദർശിച്ചാൽ അറസ്റ്റ് ചെയ്യാൻ കഴിയുമോ എന്ന് മംദാനിയും നഗരത്തിലെ നിയമവകുപ്പും ചർച്ച ചെയ്തു വരികയായിരുന്നു. ഇപ്പോൾ എല്ലാ നിയമപരമായ വഴികളും പരിശോധിച്ച ശേഷമാണ് ന്യൂയോർക്ക് നഗരത്തിന് മാത്രം നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാൻ നിയമപരമായ അധികാരമില്ല എന്ന് മംദാനി ഭരണകൂടം നിഗമനത്തിലെത്തിയത്. എന്നാൽ മംദാനിയുടെ പ്രസ്താവനയെക്കുറിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത് മറ്റൊന്നാണ്. നെതന്യാഹു അമേരിക്കയിൽ ഉള്ളിടത്തോളം കാലം ഒരു കാരണവശാലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. യുദ്ധ കുറ്റകൃത്യങ്ങൾ, മനുഷ്യരാശിക്ക് എതിരായ കുറ്റകൃത്യങ്ങളും ചുമത്തി ബെഞ്ചമിൻ നെതന്യാഹുവിനും മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനുമെതിരെ 2024 അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്. ഗാസ യുദ്ധത്തിൽ പട്ടിണി ഒരു ആയുധമായി ഉപയോഗിച്ചതായും സാധാരണക്കാരെ ലക്ഷ്യം വച്ചതായും കോടതി ആരോപിക്കുന്നു. എങ്കിലും ഇസ്രയേൽ ഉദ്യോഗസ്ഥർ ഈ ആരോപണങ്ങൾ ശക്തമായി നിഷേധിച്ചു. നെതന്യാഹുവിനെതിരെ ന്യൂയോർക്കിൽ ബലമുറുകുന്നു എന്ന വാർത്തകൾ പുറത്തുവന്നതിനു പിന്നാലെ കടുത്ത പ്രതികരണവുമായി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തി. മേയർ സൊഹ്റാൻ മംദാനി ഹമാസിനെ പിന്തുണയ്ക്കുകയാണെന്ന് നെതന്യാഹു തുറന്നടിച്ചു. ഗസയിലെ ഇസ്രയേലിന്റെ നരനായാട്ടിനെതിരെ തുടക്കം മുതൽ കടുത്ത നിലപാടെടുത്തിട്ടുള്ള നേതാവാണ് സൊഹ്റാൻ മംദാനി. ഗസ വിഷയത്തിൽ നിലവിലെ അമേരിക്കൻ ഭരണകൂടം സ്വീകരിക്കുന്ന നയങ്ങളെയും അദ്ദേഹം കടുത്ത ഭാഷയിലാണ് വിമർശിക്കാറുള്ളത്. ചരിത്രത്തിൽ ഇത്രയും പരാജയപ്പെട്ട ഒരു വിദേശ നയം വേറെയില്ലെന്നാണ് മേയറുടെ ആക്ഷേപം. അതേസമയം ഗസയിലെ ഇസ്രയേൽ സൈനിക നടപടികളെ അപലപിക്കുമ്പോൾ തന്നെ ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ക്രൂരമായ ആക്രമണത്തെയും അദ്ദേഹം തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 47 വർഷമായി അമേരിക്കൻ സൈനികരെയും മറ്റുള്ളവരെയും കൊലപ്പെടുത്തുകയും അടുത്തിടെ 52,000 നിരപരാധികളായ പ്രക്ഷോഭകരെ വധിക്കുകയും ചെയ്ത ഇറാന്റെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരെ പോരാടുന്ന നേതാവാണ് നെതന്യാഹു എന്ന് ട്രംപ് ആവർത്തിക്കുന്നുണ്ട്. മംദാനിയുടെ മേയർ പദവിയിലേക്കുള്ള തെരഞ്ഞെടുപ്പും നെതന്യാഹുവിനെതിരെയുള്ള കടുത്ത നിലപാടുകളും ഡെമോക്രാറ്റിക് വോട്ടർമാർക്കിടയിൽ ഇസ്രയേലിനോടുള്ള സമീപനത്തിൽ വന്ന വലിയ മാറ്റത്തെയാണ് കാണിക്കുന്നത്. മെയ് മാസത്തിൽ നടന്ന ഒരു സർവേ പ്രകാരം 3/4 ഡെമോക്രാറ്റിക് വോട്ടർമാരും ഇസ്രയേലിലുള്ള US സഹായത്തെ എതിർക്കുന്നു. ഇസ്രയേലിന്റെ ഗാസയിലെ യുദ്ധത്തെ വംശഹത്യ എന്ന് മനുഷ്യാവകാശ സംഘടനകളും അന്താരാഷ്ട്ര ഉദ്യോഗസ്ഥരും വിശേഷിപ്പിക്കുമ്പോൾ തങ്ങളുടെ പാർട്ടി ഇസ്രയേലിനെ അമിതമായി പിന്തുണയ്ക്കുന്നുണ്ടെന്നാണ് പകുതിയോളം വോട്ടർമാരുടെയും അഭിപ്രായം. ഇതിന്റെ പ്രതിഫലനമെന്നോളം ഈ ആഴ്ച ആദ്യം നടന്ന വോട്ടെടുപ്പിൽ US ഹൌസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിലെ പകുതിയോളം ഡെമോക്രാറ്റിക് അംഗങ്ങൾ ഇസ്രയേലിനുള്ള സഹായം നിർത്തലാക്കാൻ വോട്ട് രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.